വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ദില്ലി പോലീസിന് കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി. SFI നേതാവ് ഐഷി ഘോഷിനെതിരെയുള്ള ജാമ്യമില്ലാ വാറന്റ് റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദില്ലിയിൽ നിന്ന് ഫെമിന കൂടി ചെന്ന്. ഫെമിന, കഴിഞ്ഞ ദിവസം തന്നെയാണ് ദില്ലി പട്യാല ഹൗസ് കോടതി അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിലപാടെടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജാമ്യമില്ലാ വാറന്റ് റദ്ദാക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ദില്ലി സമരത്തിന്റെ പേരിൽ പ്രതികാര നടപടിയുമായി മോദി സർക്കാർ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് AKG ഭവനിലെത്തിയ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസ് നീക്കം നടത്തിയത്. അതിനെ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ പൊളിച്ചടുക്കിയത് കണ്ടതാണ്. ജനാധിപത്യ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് AKG ഭവനിൽ കാണുന്നത്. ഇപ്പോൾ ഏതായാലും വലിയ തിരിച്ചടിയാണ് കേന്ദ്ര സർക്കാരിന് ദില്ലി പോലീസിന് കിട്ടിയിരിക്കുന്നത്. ജാമ്യമില്ലാ വാറന്റ് റദ്ദാക്കിയിരിക്കുന്നു. മാത്രമല്ല, സമൻസ് നൽകിയിട്ട് ഹാജരാകാത്തിന് 1000 രൂപ പിഴ മാത്രം. സമൻസ് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യമാണ് നേരത്തെ ഐഷി ഘോഷ് അടക്കം അഭിഭാഷകനടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ഏതായാലും മോദി സർക്കാരിന് കിട്ടിയ കനത്ത പ്രഹരമായി തന്നെ ആ പകപോക്കൽ രാഷ്ട്രീയത്തിന് കിട്ടിയ വലിയ തിരിച്ചടി. എന്താണ് കൂടുതൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത് ഫെമിന? അതെ, തീർച്ചയായും ഇപ്പോൾ ഐഷി ഘോഷിന് ഇത്തരത്തിൽ ഈ ജാമ്യ വാറന്റ് അറസ്റ്റ് വാറന്റ് ഇപ്പോൾ പട്യാല ഹൗസ് കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഒരു 1000 രൂപ പിഴ മാത്രമാണ് സമൻസിന് ഹാജരാക്കാത്തതിനെ ഇപ്പോൾ ഇതാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിലെ CPM-ന്റെ ആസ്ഥാനമായിട്ടുള്ള AKG ഭവനിലേക്ക് പോലീസ് അതിക്രമിച്ചെത്തുകയും ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നമുക്കറിയാം, കഴിഞ്ഞ CJP പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊണ്ട് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഐഷി ഘോഷ്. പക്ഷേ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായവർക്കെതിരെ കേസെടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പണ്ടത്തെ കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായവരെ വേട്ടയാടാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. എന്നാൽ ആ നീക്കത്തിന് ഇപ്പോൾ പട്യാല ഹൗസ് കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത്. ഈ അറസ്റ്റ് വാറന്റ് കോടതി റദ്ദ് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു സമൻസ് ഐഷി ഘോഷിന് ലഭിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3-4 മാസങ്ങളായി ഇത്തരത്തിൽ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാതിരുന്ന പോലീസ് CJP പ്രതിഷേധം ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസ് ശ്രമിച്ചത്. അത് യൂണിഫോം പോലും ധരിക്കാതെ അവരുടെ സിവിൽ ഡ്രസ്സിൽ വന്ന് നോക്കൂ. എത്രമാത്രം ഒരു തിടുക്കമായിരുന്നു ദില്ലി പോലീസ് അവിടെ കാണിച്ചത്. സംഗതികൾ വളരെ വ്യക്തമാവുകയാണ്. ഈ ജന്തർ മന്ദറിലെ സമരം, ആ സമരത്തിന് നേതൃത്വം കൊടുത്തതിന്റെ ചൊരുക്കായിരുന്നു കേന്ദ്ര സർക്കാരിന്. അതിനു വേണ്ടിയിട്ടാണ് അന്ന് CPIM ദേശീയ ഓഫീസിലേക്ക് ദില്ലി പോലീസ് ഇരച്ചെത്തിയത്. ഏതായാലും ആ ദില്ലി പോലീസിനെ നയിക്കുന്ന അമിത്ഷായ്ക്ക്, നരേന്ദ്രമോദിക്ക് കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കോടതിയുടെ നടപടിയെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അക്ഷരാർത്ഥത്തിൽ മുഖം നഷ്ടപ്പെട്ടു പോകുന്നു കേന്ദ്ര സർക്കാരിന്, പ്രധാനമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക്. ഫെമിന, അതെ, ദില്ലി പോലീസിന്റെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ പട്യാല ഹൗസ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 1000 രൂപയുടെ പിഴ മാത്രമാണ് കോടതി ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റ് വാറന്റ് ഇപ്പോൾ കോടതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിൽ നേരത്തെ നമുക്കറിയാം, CJP പ്രതിഷേധത്തിന്റെ ഭാഗമായതിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഒരു പോലീസ് അതിക്രമം, അതും CPIM-ന്റെ ദേശീയ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറിക്കൊണ്ടാണ് പോലീസ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതി ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്നൊരു സമൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്രയും മാസമായിട്ടും അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. പക്ഷേ CJP പ്രതിഷേധം കഴിഞ്ഞ ഉടനെ ഇത്തരത്തിൽ AKG സെന്ററിൽ എത്തിക്കൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യാനൊരു ശ്രമം നടത്തി. അതിനേറ്റവും വലിയൊരു തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിധി എന്ന് പറയുന്നത്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ദില്ലി പോലീസിന് കഴിയില്ല. ഇത്തരത്തിൽ വലിയ ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ദേശീയ ആസ്ഥാനത്തെ കയറി ചെന്നുകൊണ്ട് ഇത്തരത്തിൽ വലിയൊരു അതിക്രമം നടത്തിയ ദില്ലി പോലീസിന് ആണ് ഇപ്പോൾ കനത്ത ഒരു തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്.